പ്ലസ് ടുവിൽ ടൂറിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾക്ക് 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. പ്ലസ് ടുവിൽ എക്സാമും കഴിഞ്ഞതാണ്. നമ്മൾ പ്ലസ് ടുവിലെ വെക്കേഷന് വീട്ടിലിരിക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നെ ആയാലും നമ്മളിതാ ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. സോ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് കാണാം. വെളുപ്പാങ്കാലത്തെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്കൂളിലെ നമ്മുടെ പാരിഷ് ഹാളിൽ, അതായത് നമ്മുടെ MKM സ്കൂളിൻ്റെ പാരിഷ് ഹാളിൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഈ വന്ന് കിടക്കുന്ന വണ്ടിയാണ് നമ്മൾ പോകുന്നത്. ആൻഡ് A2 വണ്ടിയാണ് കേട്ടോ ഇത്. C2 വേറെ. C2 മീൻസ് കമ്പ്യൂട്ടർ സയൻസ് ബാച്ച്. A2 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചാണ് സയൻസ് ബയോളജി. അപ്പോൾ അപ്പയും അമ്മയും നമുക്ക് ടാറ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നു. പിന്നെ ഞാനും ബിനിയും കൂടി, ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഓൾസോ ഇവരും കൂടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒന്നിച്ചൊക്കെ ഇരുന്നു. ആൻഡ് ബാക്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്ക് ഹായ് തന്നുന്നുണ്ട്. ഓക്കെ, സോ ഇവരെയൊക്കെ എനിക്ക് തോന്നുന്നു ഫെയർവെല്ലിൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ആൻഡ് കുറച്ച് കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ടൂറിൻ്റെ ആവേശങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡാൻസ്, പാട്ട് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ലൈറ്റ് വീഡിയോസ് അടിപൊളിയൊക്കെയായിരുന്നു. സോ കുറച്ച് പാട്ടിട്ടത്തേ ഉള്ളൂ. നമ്മൾ ആ വെളുപ്പാങ്കാലം തന്നെ കിടന്ന് തുള്ളിയിട്ടോക്കും. വെളുപ്പാങ്കാലം തുള്ളണ്ട, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞിരുന്നാലും പാട്ട് കിട്ടുമ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ഇരിക്കില്ലല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ തുള്ളിപ്പോവും. സോ ഗൈസ്, അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ടയേർഡായി വെറുതെ വന്നിരുന്നു. ആൻഡ് സീറ്റിലിരുന്നുള്ള തുള്ളലായിരുന്നു ഗൈസ് ബാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊക്കെ നേരം വെളുത്തിട്ടുണ്ട്. നേരം വെളുത്ത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കുറേ പേരൊക്കെ ഉണങ്ങി പറക്കി എഴുന്നേക്കുകയൊക്കെ ചെയ്തു. കുറേ പേര് അത് എന്നെപ്പോലെ ഇങ്ങനെയൊക്കെ വെറുതെ കാഴ്ചകളും കണ്ടുകൊണ്ടിരുന്നു. ആൻഡ് ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ എത്തിയിട്ടുള്ള ഈ സ്ഥലമാണ് നമ്മുടെ പാലക്കാട്. സൗന്ദര്യത്തിൻ്റെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ആണല്ലേ നമ്മുടെ സ്വന്തം പാലക്കാട്. മാത്രവുമല്ല ചൂടിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ്. ആൻഡ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മിറർ കണ്ട വീഡിയോ എടുക്കണം, ഞാനും എടുത്തു. കണ്ടു ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് അത് സൗന്ദര്യത്തിൻ്റെ രാജ്യം തന്നെയാണ് ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ സ്കൈ കാണുന്നുണ്ട്, പൊന്നു ആകാശം കാണും. എൻ്റെ ഒരു ലുക്കാണെന്നറിയാമോ. ഇതാണ് പാലക്കാട് ഫോർട്ട്. അപ്പോൾ ഈ പാലക്കാട് ഫോർട്ട് നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് ഇതാണ് കേട്ടോ. ആൻഡ് ഈ വെള്ളത്തിൽ നിങ്ങൾ നോക്കിയ ഗൈസ് ആമയും കുഞ്ഞും കിടക്കുന്നത് നല്ല ഭംഗിയായിട്ടില്ലേ. നിറയെ ആമകളാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ നിറയെ. പിന്നെ ഞങ്ങളിതാ കുറേ നേരം നടന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ല സൺകിസ് ആയിട്ടുള്ള ഫ്രെയിമൊക്കെ എടുക്കണമെങ്കിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളത്. ബിനി വീഡിയോ എടുക്കേണ്ട ഇടയിൽ ഞാൻ അവളെ പോയി ഇങ്ങനെ ശല്യപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞേടി കുറച്ചേരം നീ വെയിറ്റ് ചെയ്യുക, നമുക്ക് പിന്നെ ഞാൻ വീഡിയോയിലിട്ട് വരാമെന്ന് പറയും. ആൻഡ് ഇത് ഞാൻ അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇതിന് ആദ്യമായിട്ട് കാണുന്നത്, അതായത് ഒരു ഫോർട്ടിൻ്റെ അകത്ത് ഒരു അമ്പലം. ഓക്കെ, അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പരിപാടികൾ എന്തൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു ഇങ്ങനെ അമ്പലത്തിൻ്റെ അകത്ത് കണ്ടോ, ഈ സൈഡിൽ കണ്ടോ വിളക്കൊക്കെ വെച്ചേക്കണേ, അതിൻ്റെ അകത്ത് കയറുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെരുപ്പ് ഊരിയാൽ മതി, അതർവൈസ് നമ്മൾ ചെരുപ്പ് ഊരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കാരണം അപ്പുറമൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ നടന്ന് കാണാനുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെരുപ്പ് എന്തായാലും അത്യാവശ്യമാണ്. ആൻഡ് നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ടത് വീണ്ടും എടുത്തിട്ടിട്ടാണ് കേട്ടോ നമ്മൾ നടന്നത്. കണ്ടോ അവിടെ എന്തോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ്. പിന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ നമ്മൾ എന്തായാലും കാണുമല്ലോ. ഓക്കെ, ഇതാണ് കേട്ടോ നല്ല ഒത്തിരി ഫോട്ടോ ഷൂട്ട് പറ്റിയ ബെസ്റ്റ് സ്ഥലമാണിത്. കാരണം നമ്മൾ കയറിയ സമയത്ത് ഒത്തിരി വെഡ്ഡിങ് ഷൂട്ട്സ് ഞങ്ങൾ കണ്ടായിരുന്നു. ഒത്തിരി പേര് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒത്തിരി ഫോട്ടോയുടെ ഒരു ഫ്രെയിം നല്ലൊരു പ്ലേസാണിത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ഒരു മയിലിനെ കണ്ടു ഗൈസ്. നമ്മൾ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തിരിച്ച് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൊത്താൻ അങ്ങനെ ഓടി വരുമെന്ന് ഓർത്ത്. പക്ഷേ ഞങ്ങൾക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല, കൊത്താനൊന്നും വന്നില്ല കേട്ടോ. ഞങ്ങൾ അപ്പത്തേക്ക് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. ഓക്കെ, സോ നല്ല പ്ലേസ് കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, നല്ല ഭംഗിയാണ് ഗൈസ്. നമ്മൾ നടക്കുന്ന സ്ഥലത്ത് ഫുൾ വെയിലാണ് കേട്ടോ. അപ്പോൾ അല്ലേ, ഉടുക്കത്തെ വെയിലാണ് ഗൈസ് പാലക്കാട്. ഇപ്പോൾ കുടയില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ എല്ലാം ഇവിടെ മുഴുവൻ സിംഗിൾസിന് പറ്റുന്ന സ്ഥലമല്ല ഗൈസ്. ഇവിടെ കപ്പിൾസിന് മാത്രമല്ല അലൗഡ് ആണ്. കപ്പിൾസിന് മാത്രമേ എൻട്രി ഉള്ളൂ തോന്നുന്നു. ഫുൾ കപ്പിൾസ് ആണ്. എന്റെ പൊന്നേടി നോക്കിയേടി. എനിക്ക് പക്ഷെ ആകാശമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു, ഇങ്ങനെ ആകാശവും കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയ പോലില്ല. കാരണം എന്ത് കെട്ടിടങ്ങളാണെന്നോ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കുറേ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടു, ഞങ്ങളത് എടുക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് മഴ പെയ്തത്. മഴ പെയ്തപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി എല്ലാവരും ഇരുന്നു. അതിനുശേഷം നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാട് വിൻമില്ലിലാണ്, കാറ്റാടിപ്പാടം. നല്ല അടിപൊളി പ്ലേസ് ഇട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിൽ നന്നായിട്ട് എനിക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്ത കുറേ ക്ലിപ്സുകളിൽ ഒന്നാണ് നമ്മുടെ ഈ പാലക്കാട് വിൻമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്കൈറ്റ് നമ്മൾ ഈ വെണ്ണ പോലേക്ക് ഇരിക്കില്ലേ, അതിനിടയ്ക്ക് നാഷണൽ പെർമിറ്റൊക്കെ പോകുന്നുണ്ട് ഗൈസ്. സോ നമ്മളിങ്ങനെ കാറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയിട്ട്. കഷ്ടപ്പെട്ട് കാത്തിരുന്ന നമുക്ക് ഫ്രെയിമിൽ കാറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് ടീച്ചറാണ് കേട്ടോ, ഞങ്ങളുടെ മഞ്ജുഷ മിസ് ഇങ്ങനെയൊക്കെയാണ്, അതായത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ ആൾ. സോ പിന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് പഴനിയിലാണ് കേട്ടോ. പഴനി മല കയറിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതാണ് നമ്മുടെ 2 ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ടയേർഡായിരുന്നു, കാരണം രാവിലെ തൊട്ട് തുടങ്ങിയ തുള്ളലും ചാട്ടവും ഓട്ടവും പുറക്കൊക്കെയാണ്. മാത്രമല്ല പാലക്കാടിൽ നിന്നുള്ള ചൂടും അത് അസഹനീയമായിരുന്നു. കണ്ട് എൻ്റെ അടുത്ത് കിടന്ന് കുറേ പേരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ആദ്യം ഒന്നിച്ചിരുന്നവരല്ല കേട്ടോ ഗൈസ് ഉറങ്ങാൻ നേരത്ത് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ് നമുക്ക് റൂം കിട്ടി ഗൈസ്. നമ്മളിപ്പോൾ റൂമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫ്രഷൊക്കെ ആവാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂം നമ്മൾ പറ്റി നോക്കുവാണെങ്കിൽ ഇതാണ് ഡോറ് വന്നിട്ടുള്ള വശം. പിന്നെ നമുക്കൊരു കബോർഡ് ഉണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ നമുക്ക് ടി വി സപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ചെയർ, ടീപ്പോ, നമുക്കിതാ ബെഡ് ഉണ്ട് ഗൈസ്. സോ നമുക്കിതൊരു ടോയ്ലറ്റൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട് വിത്ത് ഹോട്ട് ഹീറ്ററൊക്കെ ഉണ്ട്. ഫാനില്ല ഗൈസ്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റൂമിൽ എല്ലാവരും കൂടി ഫ്രഷൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആൻഡ് നമ്മളെല്ലാവരും സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു ഉറങ്ങി നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൊടൈക്കനാൽ ഫുള്ള് ചുറ്റിക്കറങ്ങാൻ പോകുന്ന ദിവസമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അതായത് ആ കൊടൈ സ്ഥലത്തുള്ള ആൾക്കാരുടെ വണ്ടി മാത്രം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വണ്ടി മാത്രം അവിടെ കയറ്റുള്ളൂ. ആ ഒരു ഗവൺമെൻറ് ആയിട്ടുള്ള വണ്ടി മാത്രം അവിടെ അലൗഡ് ആവുള്ളൂ. നമ്മളുടെ ഒരു വണ്ടിയും അവർക്ക് നമുക്ക് കയറ്റാൻ പാടില്ല. മാത്രമല്ല നമ്മൾ കൊടയുടെ ആ ഒരു ബോർഡർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അലൗഡ് അല്ല. കാരണം അവരവിടെ ചെക്ക് ചെയ്യാനൊക്കെ നിൽക്കും കേട്ടോ. സോ നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പുറത്ത് അല്ലെങ്കിൽ അതിൻ്റെ ബോർഡർ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മളിതെല്ലാം കളയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആ ഒരു സമയത്ത് നല്ല ചെക്കിങ് തന്നെയുണ്ട് കേട്ടോ ഗൈസ്. കാരണം കുറേ പേര് അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ നിൽപ്പുണ്ടായിരുന്നു. എനിക്കെൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ഉറക്ക സമയമായിരുന്നു അന്നേരമൊക്കെ കേട്ടോ. നല്ലതായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ആ കൊടൈക്കനാലിലെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയിലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ, അവിടെ ചുറ്റിക്കറങ്ങാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഈ ഫ്രണ്ടിൽ പോണ വണ്ടിയുണ്ടോ, അതുപോലത്തെ വണ്ടിയിലാണ് നമ്മളെല്ലാവരും കയറണം കേട്ടോ. ഓക്കെ, അങ്ങനെ കയറി ഫസ്റ്റ് ഒരു തെരുവ് പോലെയായിരുന്നു, അതായത് നിറയെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ്. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു, ചീപ്പ് റേറ്റിൽ കിട്ടുന്ന നല്ല നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന്, അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്, അതായത് കൊടൈക്കനാൽ എന്നുള്ള ഉദ്ദേശിച്ചതല്ല, ഈ ഒരു ഭാഗത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഓർക്കണില്ല, ഞാൻ മറന്നുപോയി. പക്ഷേ എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമായിരുന്നു. കാരണം ഒരു ചെറിയ നമ്മൾ അകത്തേട്ട് കുറച്ച് കയറി പോകുമ്പോഴത്തേക്കും ഒരു കല്ലിൻ്റെയൊക്കെ അവിടെയായിട്ട് ചെറിയ പ്രതിഷ്ഠകളൊക്കെ പോലെ ഉണ്ട്. എന്തിൻ്റെയൊക്കെ സങ്കല്പമാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഇവിടെ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഗൈഡൊക്കെ ചെയ്യാനുള്ളവരായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ട്രഡീഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നേനെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കുറച്ച് മഴയൊക്കെ പോലെ ചാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ സമയം എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ സ്വന്തം മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സിനിമയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഗുണ കേവ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എക്സാക്ട് ഗുണ കേവ് അല്ലെങ്കിൽ ആ മൂവിയിൽ കാണിച്ച അവർ പോയിട്ടുള്ള ആ ഒരു സ്ഥലം, എങ്കിൽ അവർ ആരും കാണാതെ പോയ ആ ഒരു പ്ലേസ് അല്ല. ലൈക്ക് ബൈസ് അവരെ മുമ്പ് ആ ഒരു സ്ഥലത്തേട്ട് പോകുന്നതിന് മുന്നേ അവരിങ്ങനെ കയറി നിന്ന പ്ലേസൊക്കെ ഇല്ലേ, ആ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. മാത്രമല്ല ഒരു സ്കൂളിലെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വന്നിട്ട് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. കമലഹാസനൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ പാട്ടുകൾ ഇവിടെ അവർ പാടുന്നുണ്ടായിരുന്നു. ഭയങ്കര അവർക്ക് മോസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസാണ് കേട്ടോ. നമ്മൾ യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല, കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പം അവരങ്ങനെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊന്നും ഞാൻ കണ്ടില്ല കേസ്. മൊത്തം ഒരു കൂട്ടം തെറ്റിയൊരു രീതിയായിരുന്നു. കാരണം ഒത്തിരി
പിള്ളേരുണ്ടായിരുന്നു അവിടെ നമുക്ക്. അതുകൊണ്ട് പക്ഷേ പേടിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇതിൻ്റെ താഴെയാണല്ലോ ആ ഗുണ കേവ് വന്നിട്ടുള്ളത്. ആൻഡ് നമ്മളത്ര നോക്കി അവിടുത്തെ സിനിമയിലെ വിശേഷ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, നല്ല പ്ലേസാണ്. നല്ല കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കുക കേട്ടോ, നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പൊക്കത്ത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഹൈറ്റ് സത്യം പറഞ്ഞാൽ പേടിയായതുകൊണ്ട് ഒത്തിരി നേരം ഞാൻ അവിടെ നിന്നില്ല, ഓൺ ദി സ്പോട്ടിൽ തന്നെ ഇറങ്ങി വന്നു. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് പൈൻ ഫോറസ്റ്റിലാണ്. പൈൻ ഫോറസ്റ്റ് കയറി ഇറങ്ങി നടക്കുക, അങ്ങനെയൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. ഇത് വന്നിട്ട് ലേക്കാണ് കേട്ടോ. ലേക്കിൽ ഇവിടെ സത്യം പറഞ്ഞാൽ ഒത്തിരി എക്സ്പീരിയൻസ് മെമ്മറീസ് ഉണ്ട് കേട്ടോ ഗൈസ്. കാരണം കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. ഞങ്ങൾ ഒത്തിരി സാധനങ്ങൾ ഇവിടെ നിന്നാണ് മേടിച്ചത്. ആൻഡ് എന്താ പറയുക, അടിപൊളിയായിരുന്നുണ്ട് ലേക്കിലെ വിശേഷങ്ങളൊക്കെ. കാരണം ഇത് നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളും മതിയാവില്ല ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് തീർക്കാൻ. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഫയർ ഡാൻസ് ആയിരുന്നു. സോ എല്ലാവരും അടിച്ചു പൊളിച്ച് പാടിയോ എന്നൊക്കെ ഡാൻസ് കളിച്ചെന്ന് ചോദിച്ചാൽ അത്ര നന്നിട്ട് കളിച്ചില്ല. കാരണം പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചില്ല. അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം പോയി അവിടെ ഇവിടേക്ക് ഇരുന്നു, പറക്കി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സീനറി ഉണ്ട് ഗൈസ്, നമ്മുടെ ആകാശം അടിപൊളിയായിട്ട് നിൽക്കട്ടോ. കാരണം അതൊരു പാലക്കാട് റീജിയനാണ് കേട്ടോ ഇത്. കാരണം നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു, അതൊരു പാലക്കാട് സൈഡാണ് കണ്ടോ. നിങ്ങൾക്ക് നാഷണൽ പെർമിറ്റ് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ തെങ്ങിൻതോപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ആൻഡ് ഇത് ഈ സമയത്ത് അല്ലെങ്കിൽ ടൂറിൻ്റെ സമയത്തൊക്കെ നല്ല ഫേമസ് ആയിരുന്നുള്ളത് ഈ സാധനം. അത് നമ്മളെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളത് DJ പാർട്ടി ഡാൻസ് പ്രോഗ്രാമൊക്കെ നമുക്ക് നടത്തി ഇവിടെയാണ്. നമുക്കിതിന് നേരത്തെ അലൗഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരുന്നു DJക്ക്, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം തോമസ് സാർ ഗൈസ് നമ്മുടെ ഈ നടുക്ക് നിന്ന് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് കളിക്കുന്ന ബ്ലാക്ക് ടീഷർട്ടാണ് ഞങ്ങളുടെ സ്വന്തം 8 ക്ലാസ്സിൻ്റെ സാറാണ് ഗൈസ് ഇത്, ഞങ്ങളുടെ സർ തോമസ്. സോ സാറ് ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത DJ ക്ലാസ് ആണ് കേട്ടോ ഇത്. ആൻഡ് ദിസ് വൺ ഈസ് നമ്മൾ പോകുന്ന വഴിക്ക് തിരിക്കുന്ന സമയത്ത് നമ്മൾ ഡാൻസും പാട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം കലാശക്കൊട്ടായിരുന്നു ഗൈസ് ഈ സമയത്ത്. കാരണം നമുക്കറിയില്ല ഇനി ഇങ്ങനത്തെ ഒരു ടൂർ പ്രോഗ്രാം നമ്മൾ ഒന്നിച്ചൊന്നും ഉണ്ടാവില്ല. പക്ഷേ അടിച്ചു പൊളിച്ചു. ഇതാ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഈ ഒരു രീതി തന്നെയായിരുന്നു, അടിച്ചു പൊളിച്ച്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൂറിൻ്റെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.